പണ്ട് ത്രിലോകങ്ങളിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം. ദേവന്മാർ സ്വർഗത്തിൽ വാണിരുന്നു. അസുരന്മാർ ഭൂമിക്കും പാതാളത്തിനും അവകാശികളായി മാറി. എങ്കിലും ഇവർ തമ്മിലുള്ള മത്സരം എന്നും തുടർന്നു പോന്നു. ഒരു ദിവസം ദുർവാസാവിന്റെ കോപത്തിനിരയായ ദേവലോക രാജാവായ ഇന്ദ്രന് അദ്ദേഹത്തിന്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നു. ദുർവാസാവിന്റെ കോപം മൂലം ഇന്ദ്രനും ദേവന്മാരും അവരുടെ ശക്തിയും യൗവനവും നഷ്ടപ്പെട്ട് തളർന്നുപോയി. ഇതറിഞ്ഞ അസുരന്മാർ ഉടൻ തന്നെ ദേവലോകം ആക്രമിച്ചു കീഴടക്കി. ദേവന്മാർ നിസ്സഹായരായി അവരുടെ രക്ഷകനായ മഹാവിഷ്ണുവിനെ സമീപിച്ചു. വിഷ്ണുദേവൻ അവരെ സമാധാനിപ്പിച്ചു. ഒരു പ്രതിവിധി നിർദ്ദേശിച്ചു. പാൽക്കടൽ കടഞ്ഞ് അമൃതെടുക്കുക. അമൃത് കഴിച്ചാൽ വീണ്ടും യൗവനവും ശക്തിയും ലഭിക്കുമെന്ന് വിഷ്ണുദേവൻ പറഞ്ഞു. എന്നാൽ ഈ മഹാകാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അസുരന്മാരുടെ സഹായം തേടാൻ വിഷ്ണു അവരെ ഉപദേശിച്ചു. അമൃതിന്റെ പകുതി നൽകാമെന്ന് പറഞ്ഞ് അസുരന്മാരെ ദേവന്മാർ കൂടെ കൂട്ടി. മന്ദാരപർവ്വതത്തെ കടക്കോലായി ഉപയോഗിച്ചു സർപ്പരാജാവായ വാസുകിയെ കയറാക്കി പാലാഴി മഥനം ആരംഭിച്ചു. ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരും വാസുകിയെ വലിച്ച് തിരക്കിട്ട ജോലികളിൽ മുഴുകി. അങ്ങനെയിരിക്കെ ഭാരമേറിയ മന്ദാരപർവ്വതം അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി. പാലാഴി മഥനം പാതി വഴിയിൽ നിലച്ചു. ദേവന്മാരും അസുരന്മാരും അമ്പരന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ കൂർമ്മന്റെ രൂപം സ്വീകരിച്ച് കടലിന്റെ ആഴങ്ങളിലേക്കിറങ്ങി. തന്റെ പുറത്ത് മന്ദാരപർവ്വതം വെച്ച് താങ്ങി അതിനെ സുരക്ഷിതമായി നിലനിർത്തി. കൂർമ്മന്റെ പുറത്ത് പർവ്വതം ഉറച്ചതോടെ പാലാഴി മഥനം വീണ്ടും ആരംഭിച്ചു. മഥനം തുടർന്നുകൊണ്ടിരിക്കെ പല നിധികളും കടലിൽ നിന്ന് ഉയർന്നു വന്നു. ഏറ്റവും ഒടുവിൽ അമൃതായി ധന്വന്തരി ദേവൻ കടലിൽ നിന്ന് ഉയർന്നു. അത് കണ്ട അസുരന്മാർ അമൃത് സ്വന്തമാക്കാൻ ശ്രമിച്ചു. ദേവന്മാരുമായി തർക്കത്തിലായി. എന്നാൽ വിഷ്ണു ഭഗവാൻ മോഹിനിയുടെ വേഷം ധരിച്ച് അസുരന്മാരെ പറ്റിച്ചു. അമൃത് ദേവന്മാർക്ക് മാത്രം നൽകി. അങ്ങനെ ദേവന്മാർക്ക് അവരുടെ ശക്തിയും യൗവനവും വീണ്ടുകിട്ടി. അസുരന്മാർ പരാജയപ്പെട്ടു. കൂർമ്മമൂർത്തിയുടെ സഹായത്താലാണ് ഈ മഹാവിജയം സാധ്യമായത്.